ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടുകൂടി മാറിപ്പോയി. Someone is really trying too hard to buy a Fortuner. Hello guys, എല്ലാവർക്കും കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യം ഷോയുടെ മൂന്നാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. ഐ ഹാവ് എ സീരിയസ് ക്വസ്റ്റ്യൻ ടു ആസ്ക്. അതായത് ഈ ഫാമിലി വ്ലോഗേഴ്സിന് ജീവിതത്തിൽ ഇത്രയും പ്രശ്നം വരുന്നതുകൊണ്ടാണ് അവർ ഫാമിലി വ്ലോഗേഴ്സ് ആയത്. അതേ ഫാമിലി വ്ലോഗേഴ്സ് ആയതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നം വരുന്നത്. അച്ഛൻ കാളാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എൻ്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. ഒരു സ്ഥലത്താണെങ്കിൽ അനിയനും അച്ഛനും കൂടിയിട്ട് ഏട്ടനെ പിടിച്ച് അടിക്കുക, എന്നിട്ട് അത് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുക. മറ്റൊരു സ്ഥലത്താണെങ്കിൽ അച്ഛൻ മകനെ തല്ലാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കുക. വാട്ട് ഇൻ ദി വേൾഡ് ഈസ് ഗോയിങ് ഓൺ? ഈ പ്രശ്നത്തിലെ വളരെ കുറച്ച് ഭാഗമാണ് ഇവരുടെ ജീവിതം. വേറെ സ്ഥലത്താണെങ്കിൽ ഫസ്റ്റ് നൈറ്റ് വ്ലോഗിങ് ഒക്കെ, അവിടേക്ക് ഞാൻ പോകുന്നില്ല. പണ്ടത്തെ ആളുകളൊക്കെ പറയും പൈസ മനുഷ്യനെ അന്ധനാക്കുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് പൈസ മനുഷ്യനെ ഫാമിലി വ്ലോഗറാണ്. കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ ഒച്ച വെച്ച് കൂട്ടി. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ. എനിക്കിതൊന്നും കേൾക്കുന്നില്ല, എനിക്ക് ആകെ കേൾക്കുന്നത് ഗൈസ് എനിക്കും കാർ അപ്ഗ്രേഡ് ചെയ്യണം, ഒരു ഫോർച്യൂണർ വാങ്ങണം. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ എൻ്റെ അമ്മയെ പറ്റി കുറ്റമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു മാസം കഴിയുന്നതോടെ ഞങ്ങൾ വീണ്ടും പഴയ പോലെ സെറ്റായിട്ട് ഫോർച്യൂണറിന്റെ ഫാമിലി വ്ലോഗിങ് ഒക്കെ തുടങ്ങും. നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോൾ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. നീ നിന്റെ അമ്മേന്റെ അടുത്ത് അടി ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങളുടെ അടുത്ത് പറയണത് എന്തിനാടാ? ഞാനും എന്റെ അമ്മേന്റെ അടുത്ത് അടി ഉണ്ടാക്കിയിട്ട് പിണങ്ങിട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാനിപ്പോ അത് പറഞ്ഞു, പക്ഷെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്തു. നീ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പറയണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഇവന്റെ സംസാരം കേട്ടിട്ട് 3ാം ക്ലാസ്സിലെ മൂട്ടപ്പിള്ളവരൊക്കെ മൈരെന്ന് കമന്റ് ചെയ്തിട്ടാണ് പോവാറ്. നീ പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊന്നും അല്ല ഗൈസ് ഇവരുടെ ശരിക്കും പ്രശ്നം. ഇവരുടെ ജീവിതത്തിൽ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് യൂട്യൂബാണ്. ഇവൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്. പക്ഷെ ഇവന്റെ വ്യൂസ് നോക്കി ഗൈസ്, പാവം കരച്ചിൽ വരുന്നു എനിക്ക് കണ്ടിട്ട്. ഇവന് ഫോർച്യൂണർ പോയിട്ട് ഹോട്ട് വീൽസ് വാങ്ങേണ്ട പൈസയും കൂടി ഇതിനകത്ത് കിട്ടില്ല. അങ്ങനെയാണ് അച്ഛൻ കാളാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ട്. ആ ചുക്കാവണി ടച്ചിങ് ബീജം കണ്ടോ ഗൈസ്? യൂട്യൂബിനകത്ത് ഈ ബീജം ഇല്ല, ഇൻസ്റ്റയ്ക്കകത്ത് മാത്രം ബീജം ഉള്ളൂ. കാരണം യൂട്യൂബിനകത്ത് ഇട്ടെന്ന് പറഞ്ഞാൽ ക്ലെയിം അടിക്കും, പിന്നെ പൈസ കിട്ടത്തില്ല. സ്മാർട്ട് മൂവ്. ഓൾറെഡി ഈ ഫോമില് നോക്കി പഠിച്ച് സക്സസ് ആയിട്ടുള്ള കുറെ ഫാമിലി വ്ലോഗേഴ്സ് ഉണ്ട് ഇവിടെ. അവിടുന്ന് ആളെയൊക്കെ ഒച്ച വെച്ച് കൂട്ടി. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ. ഗുണ്ടന്മാരും ഗുണ്ടികളോ? ഇവരുടെ നാട്ടില് ഗുണ്ടികളും ഉണ്ടോ? ലൈക് ഗുണ്ടികളിനെ തപ്പി നടക്കുന്ന ഒരു അമ്മാവനെ എനിക്കറിയാം. ചട്ടമ്പികളായ പുരുഷന്മാരെ ഗുണ്ടകൾ എന്ന് വിളിക്കുന്നു. എന്നാൽ അതേ കാറ്റഗറിയിൽപ്പെട്ട സ്ത്രീകളെ എന്തുകൊണ്ട് ഗുണ്ടികൾ എന്ന് വിളിക്കുന്നില്ല? ആര് പറഞ്ഞു വിളിക്കുന്നില്ലാന്ന്? ഗുണ്ടികളൊക്കെ കൂടെ This is the first ever time in the humankind. This man created history. This is revolution. ഇപ്പൊ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. This is the most successful man in the century. ഈ പ്രശ്നം ഇപ്പൊ വേറെ എന്തൊക്കെയോ വലിയ പ്രശ്നമായി മാറി. അവന്റെ നാട്ടുകാർ അവനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു. അവന്റെ അനിയത്തി അവനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു. ആക്ച്വലി ഇവിടെ എല്ലാവരും അവരവരുടെ ജീവിതം സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇതൊന്നും സീരിയസ് ആയി എടുക്കരുത്. ഇതൊക്കെ സർക്കസിലെ ജോക്കറിനെ പോലെ കണ്ടാൽ മതി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫാമിലി വ്ലോഗേഴ്സ് വൈകാണ്ട് യൂട്യൂബിന് മറ്റേ കഥയില്ലാത്ത ഒരു ജീവിത ഷോ പോലെ ആക്കും. അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല. അവള് പഠിക്കാൻ നോക്കണില്ല. അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല. ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. അവന്റെ സ്വന്തം അനിയത്തിനെ പറ്റിയിട്ട് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നു. എന്ത് ജീവിതമാണ് ഗൈസ്? ഇവർക്കൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഫാമിലി വ്ലോഗറിന് ഒരു കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ തന്നെ കുറെ കുടുംബങ്ങൾ ഇവിടെ പിച്ചച്ചട്ടിയാണ്. അവരുടെ കുടുംബം കുളന്നുകൊണ്ടെന്നാണ് അവരുടെ ടാലന്റ്. ഇങ്ങോട്ട് നിന്നോട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കാല് വെച്ചിരിക്കരുതെന്ന്. വണ്ടി റോഡ് സൈഡിൽ പാർക്കിങ്ങിൽ ഇട്ടേക്കുമ്പോഴായിക്കോട്ടെ, വണ്ടി ഓടുന്ന സമയത്തായിക്കോട്ടെ, കാല് നീട്ടി ഇവിടെ ഇങ്ങനെ കിടക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്ടന്റെ 3ാം ചലന നിയമം എന്താ പറഞ്ഞതെന്ന് അറിയാമോ? Every body tends to be in its state of rest or of uniform motion in a straight line unless and until it is disturbed by an unbalanced external force. അതായത് ന്യൂട്ടൺ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ചത്താലെങ്കിൽ വെറുതെ വെറാ. സ്റ്റീഫിച്ചായ നിങ്ങളിത് കേട്ടോ? ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അവന്റെ ബ്ലാക്ക് ഹോളിലേക്ക് എന്റെ ഗാലക്സി അടിച്ച് കയറ്റിയാണ്. സ്വർഗത്ത് വന്നാലടക്കം വലിച്ച് കോമഡിക്ക് ഒരു കുറവില്ല. നന്നായി ഇയാൾ പാരലൈസ് ആയത്. അപ്പൊ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ ഡോറിയില്ലാൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. അതുകൊണ്ട് ലൈക്ക് അടിക്കുക ഗൈസ്. റിയ സലീമിനി പാകിസ്ഥാനിൽ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്തൊരു കിടിലൻ വീഡിയോ കാണാം ഗൈസ്. ടാറ്റാ ബൈ ബൈ, ലവ് യു ഉമ്മ.